തങ്കം ഇതൊക്കെ ഞാൻ ഇറങ്ങിയേ. അയ്യോ പോലെ മീൻ മേടിച്ചു തന്നിട്ട് പോ. ഞാൻ ഉണ്ണാൻ വരില്ല. ക്ലീറ്റ നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടേ? ഉണക്കമീൻ ഉണ്ടല്ലോ, അത് വെച്ചാൽ മതി. ചുമ്മാരെന്തിനാ ഇങ്ങോട്ട് പറഞ്ഞേ? എടാ ഞാൻ അങ്ങോട്ട് വരുമല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, അത് വേറൊരു അത്യാവശ്യം ഉണ്ടെന്ന്. നമ്മുടെ ഗോപി സാറിന്റെ മരുമോന്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവിടെ എന്താ പ്രശ്നം? നമ്മുടെ സുരേഷിന്റെ? ആ, സുരേഷിന്റെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീടിന്റെ ഫ്രണ്ടിലല്ലേ അവൻ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നത്. അവൻ ഈ ഹൗസ് ലൈനിൽ നിന്ന് കറണ്ട് എടുത്ത് ഇവിടെ വെൽഡിംഗ് നടത്തി. അതുകൊണ്ട് എന്താണ്, കനകനും ഫാസിലും കൂടെ വന്ന് ഒരു 25,000 രൂപ ഫൈൻ എഴുതി കൊടുത്തു. ഇപ്പൊ ആകെ പ്രശ്നമായിരിക്കുക. ഇവന്മാർക്ക് വേറെ എന്തെല്ലാം പണി. അതിനെ പോയി അവിടെ പോയി കുത്തി പൊക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ ആകെ ഇടങ്ങാറായല്ലേ. ഇന്നലെ ഗോപിയേട്ടൻ വല്ലതും പറഞ്ഞോ? ഗോപിയേട്ടൻ നിന്നെ കണ്ട് അത്യാവശ്യമായിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോപി സാർ രാവിലെ സാറിനെ പിടിച്ചിരുന്നു, കിട്ടിയില്ല എന്ന്. ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളതാണേ. നീ പറഞ്ഞ അവൻ കേക്കൂ? സ്വന്തം അണിയനല്ലേ, ഇപ്പൊ പറഞ്ഞത് കേൾക്കത്തു. അളിയനൊക്കെ തന്നെ. അവൻ കേട്ടില്ലെങ്കിൽ എനിക്കറിയാം അവനെ കേൾപ്പിക്കാൻ അതിനെന്താ ചെയ്യേണ്ടെന്നുള്ളത്. മര്യാദയായിട്ട് സംസാരിച്ചാൽ നടക്കൂലേ. ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് ഞാനും ഫാസിലും, പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരും, അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാ. ആണോ? പക്ഷെ ഞാൻ അങ്ങനെയല്ല അറിഞ്ഞത്, പാവം ഞാൻ അറിഞ്ഞത്. അതെ, ആള് പാവാണ്. പക്ഷെ നമ്മൾ നേരത്തെ വരണം, പിന്നെ ഈ ഇതൊക്കെ ഒപ്പിടണം. ഇപ്പൊ ജോലിയൊന്നും ചെയ്തില്ലെച്ചാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഇപ്പൊ ഭർത്താവും കുട്ടിക്ക് എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പുള്ളിക്കാരുടെ ബിസിനസ് ആണേ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. പിന്നെ ഞാൻ വീക്കെൻഡ്സിൽ അങ്ങോട്ട് ചെല്ലാൻ ശ്രമിക്കണം. പിന്നെ നമുക്ക് അങ്ങനെ, എനിക്കങ്ങനെ വീട്ടില് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. ചേട്ടൻ മാരീഡ് ആണോ? ചേച്ചി വർക്ക് ചെയ്യണ്ടോ? ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. എവിടാ ചേച്ചി? പിന്നെ കോളേജില്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ ഓഫീസിലുണ്ടോ? നീ എന്നെ ഇരുത്താൻ നോക്കല്ലേ ഫാസിലെ. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്ത് കാര്യം പറയാം, ഇല്ലെങ്കിൽ നിന്റെ അടുത്ത് പറയാം. അതെ, നിങ്ങളൊക്കെ എന്ത് ഭാവിച്ചാണ്? എന്തോരം കംപ്ലൈന്റ് ഇവിടെ തീർക്കാൻ വേറെ കിടപ്പുണ്ട്. പോസ്റ്റില് ബൾബ് കത്തണില്ല, ലൈന് പൊട്ടി കിടക്കണം. അതൊന്നും നോക്കാതെ ഏവനെങ്കിലും ഒരുത്തൻ ജീവിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ അതിനെതിരെ അങ്ങോട്ട് തടസ്സമായിട്ട് നിൽക്കണം. നീ മര്യാദക്ക് ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുന്ന രീതിയിലോട്ട് പറഞ്ഞാൽ മതി. അതെ, എന്നാലും നിങ്ങൾ രണ്ടാളും കൂടെ പോയി ഏതെങ്കിലും ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പില് കണക്ഷൻ ഇത് കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഫൈൻ അടിച്ചോ? ഫൈൻ അടിച്ചു. അടിച്ചു അല്ലേ? എടാ, അത് ആരാണെന്ന് അറിയാമോ? അത് ആരുടെ സ്ഥാപനമാണെന്ന് അറിയാമോ? ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാമായ ഗോപിയേട്ടന്റെ മരുമോന്റെ സ്ഥാപനമാണ്. ഏത് ഗോപിയേട്ടനാണോ? എന്ത് ഗോപിയേട്ടൻ? ഏത് ഗോപിയേട്ടൻ? ഗോപിയേട്ടൻ അറിഞ്ഞൂടെ? ഗോപിയേട്ടൻ അറിയില്ല. തലയിൽ കെട്ടി ചുമന്നുകൊണ്ട് നടക്കൂടാ. പക്ഷെ നീയൊക്കെ കളിക്കുന്നുണ്ടല്ലോ, ഭയങ്കര അപകടമാണ് വാസിലെ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ ക്ലീറ്റസ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് എന്നോട് വീട്ടിൽ വരുമ്പോ പറഞ്ഞാൽ മതി. ഇത് ഓഫീസാണ്, ഇവിടെ ഒന്ന് ബഹളം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫീസിൽ വന്നത്. ഇത് ഒഫീഷ്യൽ കാര്യമാണല്ലോ. മര്യാദ അത് കീറി കളഞ്ഞാൽ സൗകര്യമല്ലോ. അളിയാ, ഞാൻ ഒന്നുകൂടെ സ്നേഹത്തോടെ പറയണം, അത് കീറി കളയുന്നതാണ് നല്ലത്. പ്രശ്നം ഉണ്ടാകല്ലേടാ, ഇത് ഓഫീസാണ്, ഡ്യൂട്ടി സമയമാണ്, ബുദ്ധിമുട്ടാവും. ഞാനൊരു കാര്യം പറയാം, ഗോപിയേട്ടൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതാണ്. അയാൾ എന്തിനും തയ്യാറായി നടക്കുന്ന ഒരാളാ. നല്ല പിടിപാടാണ്, വലിയ പ്രശ്നമാവും. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നീ മര്യാദ കൂടി പോകുന്നുണ്ടോ? ഇത് സർക്കാർ ഓഫീസാണ്, ഇവിടെ അലപ്പൊട്ടാണ് നോവിച്ചേക്കണേ. ഇത് തീക്കളയോ? ഇവിടെ നിന്ന് അടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ചോ. അട്ടപ്പാടിയല്ലോ, അത് അപ്പുറം നിന്നെ മാറ്റി തുടങ്ങി. ഇവിടെ താമസിക്കാൻ കാണുന്നില്ല. നോവിച്ചു വിട്ടാ പിന്നല്ലേ ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലം. ഇവിടെ ക്ലീറ്റസ് പറഞ്ഞ ഒരുത്തുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ? അത് കൊള്ളാലോ. ഇത് നല്ലൊരു എവിഡൻസ്. തെണ്ടിക്ക് അടിച്ചാണ്.
എടാ നീ കാണിക്കുന്നത് ഭയങ്കര മര്യാദകേടല്ലേ? എന്താണ്? അവിടെ അവർക്ക് നോക്കാനും പിടിക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് നിർത്തണ്ട. അപ്പൊ അവർക്ക് 24 മണിക്കൂർ ഓടേണ്ട കാര്യമുണ്ടോ? പറ്റിയ സ്ഥലത്തേക്കാ കൊണ്ടുവരണം. എന്താ പറ്റിയ സ്ഥലം? എല്ലാത്തിനും പറ്റിയ ഒതുക്കിയ സ്ഥലമല്ലേ ഇത്? എടി ഇവിടെ ഉള്ള സംഗതി കൊണ്ടല്ലേ എനിക്ക് ആകെ തല വരുത്തിട്ടാണ് ഇവിടെ ഇപ്പൊ എന്താടാ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല. സമാധാനമുണ്ട്. എന്തെനിക്കറിയാൻ പാടില്ല. അത്ര വലിയ മുട്ടാണെങ്കിൽ നീ കൊണ്ടുവന്ന് നിർത്ത്. അത് ഞാനല്ല ചന്ദിനെ കല്യാണം കഴിച്ചേക്കണത്. ഇവിടെ എന്ത് കുഴപ്പമുണ്ടെന്നാ നീ പറയണത്? ഇവിടെ കുഴപ്പമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. എനിക്ക് മനസ്സ് തന്നവണം. മനസ്സ് ഇന്ന് ഇവിടുത്തെ ആസ്ഥാനം കൊണ്ടുവന്നായിരുന്നു ഓഫീസിൽ. ആര്? നിന്റെ ക്ലീറ്റോ അല്ലാണ്ട് വേറെ ആര്? അവനല്ലേ ഭയങ്കര ഗുണ്ടാ. പാവം. എന്തിനാ വന്നേ? ഏതോ ഒരു കോമാളിയുടെ ഗോപിയോ ഗീബി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ എന്തോ പിന്നെ കറണ്ട് കട്ടെടുത്തതിനും അയാളുടെ അത് അടിച്ചു കൊടുത്ത്. എന്നിട്ട് അത് ചീന്തി കളയണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഓഫീസിൽ വന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കാന്ന്. വഴക്കാണ് മൂത്തവൻ അടിക്കാൻ വരികയാണ്. പ്രാന്ത് പിടിച്ച മാതിരി കാണിക്കണത് എന്ത് കാര്യത്തിനത്? ഞാനും ചില പാസലൊന്ന് കൈ വെച്ചു. അത് ക്ലീറ്റോനല്ല, സത്യം പറഞ്ഞാൽ അവനാണ് കിട്ടേണ്ടത്. അവന്റെ കൂടെ നടക്കണില്ല. ആ പൊക്കത്തിലുള്ള ഒരു തണ്ടല്ലോ എന്തായാലും ഇവര്. നടരാജനൊന്നും കൊടുത്തു. ഒന്നും പറ്റൊന്നും ചെയ്തില്ല. പാവങ്ങളുടെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യണത്? അവര് പറഞ്ഞ അങ്ങ് സാധിച്ചു കൊടുത്താ പോരെ. അവര് പറഞ്ഞ സാധിച്ചു കൊടുക്കാനാ ഞങ്ങളാ കറണ്ട് മോഷ്ടിച്ചത്. അവരത് കട്ട് ചെയ്തതിന് പിന്നെ മോഷ്ടിച്ചതൊന്നും ആയിരിക്കൂല. നീ ചുമ്മാ ഇത് പറയുവാണേ. ഈ എന്റെ ജോലിക്കാര്യത്തിൽ വന്ന് ഇടപെടാൻ നിൽക്കണത് എന്ത് കാര്യമുണ്ട് വരും? ഇത് ഞാൻ എത്രയോ പ്രാവശ്യം അവനോട് പറഞ്ഞാലേ. അറിവില്ലായ്മ കൊണ്ടല്ലേടാ. വല്ലാത്തൊരു തലവേദനയാണ്. ഭയങ്കര ദേഷ്യത്തിലട്ടോ. അയ്യോ, കൺകുളിർക്കെ കണ്ടോ? ഇനി ഇവിടെ അടുത്തൊന്നും കാണാൻ പറ്റില്ല. വല്ല ആദിവാസി ഊരിൽ പോയി കാണേണ്ടി വരും കേട്ടോ. നിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ നീ നോക്കിക്കോ, എന്റെ പേര് നീ പട്ടിക്കിട്ടോ. ഭയങ്കര ദേഷ്യത്തില. നീ എന്തിനാണ് ഇങ്ങനെ വാലിന്റെ ഇടയിൽ കോലിട്ട് കുത്താൻ പോണത്? പ്രാന്താണ് അവന്. പ്രാന്ത്. എന്താണ് രത്നമ്മയ്ക്കൊരു വിഷാദം? എനിക്കൊരു വിഷാദവും ഇല്ല. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഇത് മരുമോളില്ലാത്തതിന്റെ വിഷമാണെന്ന് തോന്നുന്നല്ലോ. അല്ലാതെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? എന്താ? എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. എടി മരുമോളെ കാണാത്തോണ്ടൊന്നും അല്ല. അതുകൊണ്ട് ഇല്ലാതില്ല. ഇവിടെ എത്ര ദിവസമായി പോയിട്ട്. അവളുടെ അച്ഛനെ കാണാൻ പോയതല്ല, അതിന് സുഖമില്ലാഞ്ഞിട്ട്. അച്ഛനെ കാണാൻ പോയത് തന്നെ. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ് അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചത്. എനിക്കൊരു കയ്യാളാകുമല്ലോ എന്ന് കരുതി. അതും ഇല്ലാതായി ഇപ്പൊ. അമ്മയ്ക്ക് എന്താ കുഴപ്പം? അമ്മയ്ക്ക് തൊട്ടടുത്ത് ഞാനില്ലേ. നിനക്ക് നിന്റെ കാര്യം നോക്കണ്ടേ? കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ? കൊച്ചിനെ വിളിക്കാൻ പോണം, കൊണ്ടാക്കാൻ പോണം. എന്തോന്നാണിത്? അവന്റെ കാര്യം നോക്കണം. സത്യം പറ അമ്മ, അമ്മ ഇന്ന് ഇടതുവശം കുത്തിയാണ് എഴുന്നേറ്റ്. ആകെ പ്രശ്നമാണല്ലോ. നീ പല 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 കാര്യങ്ങളും ചിന്തിക്കുന്നവളാണ്. നീ ഇടതുവശം എടുത്തോണ്ടാ ഇങ്ങനെ ആയത്. ഇപ്പൊ എന്താ കുഴപ്പം? അമ്മായിമ്മ പോരി വീട്ടിലെടുക്കാൻ പറ്റില്ല കേട്ടോ അവളോട്. എടി ഞാൻ അമ്മായിയമ്മ പോയി ഒരു കാര്യമാണ് നിനക്ക് പിന്നെ അവളുടെ വീട്ടിൽ പോയി അമ്മ എടി കെട്ടിക്കൊണ്ടുവന്നത് അവളെ വീട്ടിൽ പോയി നിൽക്കാനല്ല, എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോന്റെ കാര്യം നോക്കാനാണ്. നിനക്കറിയാമോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഒരു ചായ ഇട്ട് എനിക്കെന്താ? ചായ ഇട്ട് തരുമോ? എനിക്ക് നിനക്ക് ഇട്ട് തരാനാ? ഞാനിവിടെ ഉണ്ടെങ്കിൽ നിനക്ക് അതേ ഉള്ളു. നിനക്ക് റെസ്റ്റ് എടുക്കണം. എന്റെ അമ്മേനോടല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അമ്മയില്ലല്ലോ. അതേ വരുന്ന അമ്മയുടെ മോൻ. മോൻ എന്താടാ വന്നപ്പോ ഒരു പഴംപൊരി എന്തെങ്കിലും മേടിച്ചിട്ട് വരായിരുന്നില്ലേ? എന്തൊക്കെ ഞാനെന്നാ ചെല്ലട്ടെ. നീ ഇരിക്കടാ, കാപ്പി പിടിച്ചു പോവാം. എന്തിട്ടാ പണിയൊന്നുമില്ല. എന്താ പറ്റേ? അതെ, വലിയൊരു പണി വന്നിട്ടുണ്ട് സംഘം. ഇവനെ ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം. ഇന്നാള് തൃശ്ശൂർക്കായിരുന്നു. അത് നമ്മൾ യൂണിയൻ ഇടപെട്ട് ഒഴിവാക്കിയതാണല്ലോ. ഇപ്പൊ ഇത് ആലപ്പുഴക്കാണ്.
അതിപ്പോ യൂണിയനോട് പറ ഇതേപോലെ ഒഴിവാക്കാൻ പറ. അങ്ങനെ പറ്റൂല. രണ്ടാമത് വന്നു കഴിഞ്ഞാൽ അത് തടയാൻ പറ്റില്ല. നമ്മളെല്ലാ ശ്രമവും നടത്തി. ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞാൽ കൊടുത്താണ്. അതെങ്ങനെ ശരിയാവും? ഇന്ന് തന്നെയൊക്കെ അപ്പൊ നീ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞ കൊറേ ദൂരല്ലേ? ആലപ്പുഴ ദൂരമുണ്ട്. അപ്പൊ ഇവിടുന്ന് അവിടെ വേറെ ആളുമില്ല, ഇവനാണ് മെയിൻ. അപ്പൊ ചെല്ലാതെ ചാർജ് എടുക്കാതിരിക്കാനും പറ്റൂല. നീ അവിടെ പോയി നിക്കേണ്ടി വരില്ലേ? അതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവുന്ന പറഞ്ഞാൽ പിന്നെ ജോലി കളയാൻ പറ്റുമോ? അവന് ഞങ്ങളും കൂടെ പോയാലോ? ആദ്യം അവിടെ ചെല്ലട്ടെ, എന്നിട്ട് അവൻ നോക്കിയിട്ട് ഒരു വീടൊക്കെ വാടക എടുത്തു കഴിഞ്ഞാൽ ചെല്ലാം. അതൊന്നും ശരിയാവൂല. ശരിയാവാതെ പിന്നെ എങ്ങനെ? ഇവിടെ എല്ലാവരും ഒറ്റയ്ക്കാണെന്ന് എന്തെങ്കിലും പറയേ. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഒന്നില്ലേ ജോലി കളയണം, അല്ലെ അവര് പറയണ അനുസരിക്കണം. 2 ഓപ്ഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. ജോലി കളഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാലോ? വല്ല മന്ത്രിമാരെ ആരെങ്കിലും കൊണ്ട്. എല്ലാം നമ്മള് നോക്കിയതാണെന്നേ. നമ്മളെല്ലാം നോക്കിയാണ്. ഇത് പോയി അവിടെ ജോയിൻ ചെയ്യാൻ നിവർത്തിയില്ല അമ്മ. എന്ന് മാറ്റട്ടെ. ഈ കടപ്പുറത്തിന് ഉത്സവമായി ചാകര, ഈ കടപ്പുറത്തിന് ഉത്സവമായി ചാകര ചാകര ചാകര. ഹലോ. അതെ, എനിക്കിന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലല്ല, അതിലും പെട്ടെന്നാണ് വരണതേ. എനിക്ക് കടന്നൽ കുത്തിയ അമ്മേ? അല്ല, നിന്നെ കടന്നൽ കുത്തിയ? ഞങ്ങളെല്ലാരും അങ്ങ് കുത്തി കൊല്ലു നിങ്ങൾ. അയ്യോ, അത്രയും മോശമായിരുന്നു എൻ്റെ പാട്ട്. ശരി, ഇനി ഞാൻ പാടണില്ല. ഈ പാട്ട് പാടുകയാണ് നീ കത്തിയ. എടി, ഭർത്താവിനൊരു സന്തോഷം വന്നാൽ അതിൽ പങ്കുചേരണം ഭാര്യ. ഇന്ന് എനിക്ക് സന്തോഷം കൊണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നീ പറയണ്ട എന്താ സന്തോഷത്തിന്റെ കാരണമെന്നൊക്കെ എനിക്കറിയാലോ. ദുഷ്ടൻ. നിങ്ങളോട് ഞങ്ങൾ എന്ത് തെറ്റാ ക്ലീറ്റോ ചെയ്ത്? എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കണേ? നിനക്കിപ്പോ എന്താണ് കുഴപ്പം? തലക്ക് അടിവല്ലം പറ്റിയാ? നിങ്ങൾക്ക് ആദ്യം എന്താ കുഴപ്പം? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. വെള്ളയിട്ട് നടക്ക, ഉള്ളിൽ മുഴുവൻ കറുപ്പാ നിങ്ങളുടെ. എന്തേലും പറയാനുണ്ടെങ്കിൽ കാര്യമായിട്ട് തുറന്നങ്ങോട്ട് പറയാം. അല്ലാതെ നീ മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞാ ഞാൻ കാനകനോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യണം? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യണ്ടോ? നിങ്ങൾ എന്തോരം വഴക്ക് പറഞ്ഞാലും നിങ്ങൾ ചോദിക്കണം അവനെടുത്ത് തന്നില്ല, അവനോട് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവനെ ഇപ്പൊ എന്ത് ചെയ്തെന്ന് പറയൂ. അവൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ സന്തോഷം ഇപ്പൊ? എനിക്ക് സന്തോഷിക്കാൻ എന്തെല്ലാം കാര്യമുണ്ട്. ഇപ്പൊ അവൻ എന്താ സംഭവിച്ചെന്ന് പറയൂ. ഒന്നും ചെയ്യാതെ പിന്നെ അവന് ട്രാൻസ്ഫർ ആയത് ആലപ്പുഴയ്ക്ക്. ഓ, ആദ്യം കേൾക്കാം. ട്രാൻസ്ഫർ ഒന്നും കേട്ടിട്ടില്ല അല്ലേ? നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചതൊക്കെ ഞാൻ അറിഞ്ഞതാ. അയ്യോ കർത്താവേ, എടി നീ എന്തായി പറയണേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാം. ഞാൻ സന്തോഷിച്ച എന്തിനാന്നറിയാമോ? വേണ്ട, അറിയണ്ട എനിക്ക്. എടി, പാർട്ടിയിലെ സംസ്ഥാന നേതൃസ്ഥാനത്ത് എന്റെ പേര് ഡൽഹിയിൽ നിന്ന് നിർദ്ദേശിച്ചു. പുതിയ കഥ. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറിയപ്പോ പുതിയ കഥ ഇറക്കിയതല്ലേ ഇപ്പൊ? എടി, അവന് ട്രാൻസ്ഫർ ഞാൻ കാരണമൊന്നുമല്ല. ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ടും അറിഞ്ഞില്ല. തങ്കം, ക്ലീറ്റോ, ഒരുപാട് കള്ളത്തരം പറയല്ലേ. അത് സത്യം ചെയ്യല്ലേ. നിങ്ങൾ കാണിക്കണ മുഴുവൻ ഇങ്ങനെ ശാപം കിട്ടണ പണിയാ. നിന്നാണ് മോളാണ് ഞാൻ. ഞങ്ങൾ ആരെയും പിടിച്ച് സത്യം ചെയ്യണ്ട, പ്രത്യേകിച്ച് എന്റെ കൊച്ചിനെ പിടിച്ച്. എടി, അവിടെ പോയി ബഹളം ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപിയേട്ടന്റെ മരുമോന്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ അവർ വെച്ചിട്ട് കറണ്ട് മോഷ്ടിച്ച്, അത് ഇവനും ആ ഫാസിൽ കൂടെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് ഫൈൻ ഇട്ട് കൊടുത്ത്. അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് വെല്ലൊക്കെ വിളിച്ചു. പക്ഷെ ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തില്ല. കഥ അങ്ങ് പഠിച്ചു വെച്ചിട്ട് അങ്ങ് വിളമ്പിയാ മതിയല്ലോ. എടി, ഞാൻ ഗോപിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ചെയ്യൂന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും സത്യമായിട്ട് എനിക്കൊന്നും അറിയണ്ട. മര്യാദക്ക് അവന്റെ ട്രാൻസ്ഫർ വേണ്ടാന്ന് വെപ്പിച്ചോ. നിങ്ങൾ ഈ ഗോപിയേട്ടനുണ്ടല്ലോ വെറും പാടാണ്. അയാളൊന്നും വിചാരിച്ച ഒന്നും നടക്കൂല. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇത്ര നാളും അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടിക്കാരെ മാനം മുട്ടി നിൽക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാം ഒന്നും നടക്കൂലേ? കാര്യം കഴിഞ്ഞപ്പോ പാർട്ടിക്കാരെ പറയുമ്പോ അങ്ങനെ തരം തഴുതി പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഡാഡി മാമന്റെ സ്ഥലം മാറ്റണ്ടായിരുന്നു. എന്റെ പൊന്നു മക്കളെ, ഡാഡി ഒരു വകയും ചെയ്തില്ല. ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഇത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് സംഭവിക്കൂല. ഇത് ട്രാൻസ്ഫർ ഞാൻ ഒന്ന് കൂണിമേ ഗുരു എന്ന് പറഞ്ഞ പോലെ അല്ലേ. എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
ഇത്ര പെട്ടെന്ന് എടുത്തോ പിടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ വരിക, സ്ഥലം മാറുക, ഇതൊന്നും ഇങ്ങനെ ഇതെന്ത് നിയമാണോ ഇത്? അങ്ങനെ തന്നെയല്ല അമ്മാവാ, ജോലിയുടെ കാര്യല്ലേ. എന്നാലിപ്പോൾ അവിടെ പോയിട്ട് താമസ സൗകര്യം സാധനമൊക്കെ നോക്കണ്ടേ? അതെ, ആദ്യം പോയിട്ടൊന്ന് ജോയിൻ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ആലോചിക്കാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം പറയുന്ന സ്ഥിതിക്കേ നീ നാളെ തന്നെ പോയി ജോയിൻ ചെയ്തോ. എന്നിട്ട് ഉടനെ തന്നെ എല്ലാവർക്കും താമസിക്കാൻ പറ്റിയൊരു വീട് നോക്കണം. ആദ്യം ഒന്ന് പോയി ജോയിൻ ചെയ്യട്ടെ അമ്മാവാ, എന്നിട്ട് ഒരു മാസം അവിടെ നിൽക്കട്ടെ ഞാൻ, എന്നിട്ട് താമസിക്കാൻ പറ്റുന്ന അന്തരീക്ഷം കാണാൻ നോക്കട്ടെ, എന്നിട്ട് ജമന്തിനെ അമ്മനെ കൊണ്ടുപോകാം, കൂടെ വേണമെങ്കിൽ അമ്മാനും വന്നു, എന്നാലും കുഴപ്പമില്ല. അല്ല എന്നാലും ഈ വീടൊക്കെ വിട്ടിട്ട് നീ മാറി താമസിക്കുക എന്ന് പറയുമ്പോഴേ ഒരു വിഷമം. എൻ്റെ അമ്മാവാ ഈ ആലപ്പുഴക്കല്ലേ പോണത്, അല്ലാണ്ട് ഞാൻ ബാംഗ്ലൂർക്കും ബോംബെക്കൊന്നും അല്ലല്ലോ. എടാ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളുണ്ടല്ലോ, ആ കിണറിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടാ വേറെ രാജ്യത്ത് പോയ പോലെ നീ ഈ വീട് വിട്ട് ഇന്ന് വരെ എവിടെയെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ അത് വേണ്ടാന്ന് വെക്കാം, ആ ജോലിയാണ് റിസൈൻ ചെയ്യാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മേനെയും ജമന്തി നോക്കിയിട്ടിരിക്കാം. എങ്ങനെ? അതന്നെയാണ് പറയണത്. എന്തേലും പറയുമ്പോൾ എടുത്ത് ചാടല്ല, അങ്ങനെ ഒരു സൗകര്യം വന്നാൽ അതിനുള്ള മാറ്റങ്ങൾ വരുത്തണം, എല്ലാവരും കൊണ്ട് താമസിപ്പിക്കണം, അത്രയാ മാമൻ പറഞ്ഞുള്ളൂ. അതിന് അതൊരു മാസം കഴിയട്ടെ, എന്നിട്ട് നോക്കാന്ന്. അയ്യോ എന്താടാ അവിടെ ഇത് കയറി വാ. നിങ്ങൾ പോയില്ലേ? നീ എന്നെ വിശ്വസിക്കണം, നിന്നെ സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനോ എൻ്റെ പാർട്ടിയോ ഒരു വകയും ചെയ്തിട്ടില്ല. ഇത് ആരോ മനഃപൂർവ്വം എൻ്റെ പേരിൽ ഒരു ആരോപണം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ആരും ഉണ്ടാക്കണമെന്നല്ല, നിന്റെ സ്വഭാവം വെച്ച് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എന്താ അമ്മാവ ഈ പറയണത്? ഞാൻ അങ്ങനെ ചെയ്യോ കളിയാ? നിനക്കെന്നെ അറിയാല്ല, ഈ വീട്ടിൽ വേറെ ആർക്കറിയണേക്കാളും നിനക്കേ അറിയാവോ. നമ്മൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചല്ലേ കളിയാ. നീ എന്നെ വിശ്വസിക്കളിയാ? അങ്ങനെയുള്ള നീ ഇത് ചെയ്യാൻ പാടുമോ? കർത്താവിനാണ്, എന്റെ മോളാണ് അമ്മാവ. ഞാൻ അങ്ങനെ വെറുതെ മോളെ പറഞ്ഞ് കുറ്റം പറയരുത്. അവൾക്ക് വല്ല അസുഖം വന്നാ പിന്നെ അവളെ കൊണ്ടുവരണം. കളിയാ, നിനക്കെന്നെ അറിഞ്ഞൂടളിയാ, ഞാൻ അങ്ങനെ ചെയ്യോ? നീ ചെയ്യും. നീ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിട്ടാ നീ അതും ചെയ്യും, അതിലപ്പുറം ചെയ്യുന്നു. നമ്മൾ തമ്മിൽ 1-2 പറഞ്ഞ് വഴക്ക് കൂടിയിട്ടുണ്ട്, അപ്പോഴൊക്കെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു തെമ്മാടിത്തരം കാണിക്കോളിയാ? ഓ അവന്റെ കരച്ചില് കണ്ട, എന്താ അവന്റെ അഭിനയം? അമ്മാവാ സത്യം പറയാലോ, ഈ എന്റെ 4, 3, 7 പേരുള്ള പാർട്ടി അതിൽ ഏത് നേതാക്കൾ പറഞ്ഞാലും ഒരു കാര്യവും നടക്കൂല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അഭിനയത്തിൽ വേണമെങ്കിൽ തങ്കം വീഴും, പക്ഷെ ഞങ്ങള് വീഴില്ല. വേണമെങ്കിൽ തല്ലിക്കോ അമ്മാവാ, ചെയ്യൂല. എന്താ പറഞ്ഞത് എല്ലാരും കൂടെ ഞാൻ നീ എന്താ വിചാരിച്ചത്? നീ നിന്റെ പാർട്ടി കൂടെ കൂടിയിട്ടാണ് എനിക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു തന്നതെന്നാ ആണാ? എടാ മാങ്ങാത്തൊലിയാ, നിന്നെ അറിയുന്ന ഏത് കൊച്ചു കുഞ്ഞിനും അറിയാലോ നീ നിന്റെ പാർട്ടി വിചാരിച്ച ഒരു ചുക്കും നടത്തില്ല എന്ന്. സത്യം അല്ലേ? പിന്നെ എന്തിനാണ് എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തണേ? അതെനിക്ക് അറിഞ്ഞൂടാ, അത് നിന്റെ വിധി. അപ്പൊ പിന്നെ നിനക്ക് ട്രാൻസ്ഫർ എങ്ങനെ വന്നേ? എന്റെ സത്യസന്ധമായ പ്രവർത്തനം കണ്ട് KSEB പ്രൊമോഷനോട് കൂടിയിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആലപ്പുഴയ്ക്ക്. അല്ല നീ നിന്റെ പാർട്ടി വിചാരിച്ചിട്ടൊന്നും അല്ല. ഓ ശ്വാസം നേരെ വീണല്ലേ? ഇപ്പോഴാ എനിക്ക് സമാധാനമായ. ചെലവുണ്ട്. ചെലവുണ്ട്. Alien versus Alien.